കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ നർക്കോട്ടിക് ജിഹാദിന്റെ ഇരകളാകുന്നുവെന്ന മുൻ DGP TP സെൻകുമാർ കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്ഥിതി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് പ്രാദേശിക ഹൈന്ദവ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഹിന്ദു മേളകൾ സംഘടിപ്പിക്കണമെന്ന സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ രക്ഷാധികാരി A. ഗോപാലകൃഷ്ണനും ആവശ്യപ്പെട്ടു. പാലക്കാട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. 2 ദിവസങ്ങളിലായി പാലക്കാട് നടന്ന ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനം സമാപിച്ചു. രാവിലെ പ്രതിനിധി സമ്മേളനം മുൻ DGP TP സെൻകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ നർക്കോട്ടിക് ജിഹാദിന്റെ ഇരകളാകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തുല്യത എന്ന ഭരണഘടന അല്ല ഹിന്ദുക്കൾ അനുഭവിക്കുന്നത്. ഹിന്ദുവിനെ ബാധിക്കുന്ന നിരവധി നിയമങ്ങളുണ്ട്. സച്ചാർ കമ്മീഷൻ ഒരു വിഭാഗത്തിന് മാത്രം വേണ്ടിയുള്ളതാണ്. കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്ഥിതി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പെൺകുട്ടി മിക്കവാറും 99% ഒരു ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. ഈ 3 ആൺകുട്ടികളും അല്ലെങ്കിൽ മിക്കവരും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരുമായിരിക്കും. ഇത് സ്ഥിരമായി നമ്മൾ കാണുന്ന ഒന്നാണ്. ലവ് ട്രാപ്പ് ജിഹാദിൻ്റെ ഇരകളാണ് ഈ കുട്ടികൾ. അവരുടെയൊക്കെ ജീവിതം ഇനി എന്താകും എന്ന് ആകുലപ്പെടേണ്ട അവസരമാണ്. കാരണം അവർ ജീവിതം തന്നെ ഹോമിച്ച് ലവ് ട്രാപ്പ് ജിഹാദിൽപ്പെട്ട് പോയി അതിനുശേഷം അവർ നാർക്കോട്ടിക് ജിഹാദിലെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമാപന സഭയിൽ സീമാ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ രക്ഷാധികാരി A. ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ താലൂക്ക് വാർഡ് തലങ്ങളിൽ ഹിന്ദു ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഇടപെടണമെന്നും പ്രാദേശിക ഹൈന്ദവ സംഘടനകളെ സംഘടിപ്പിച്ച് ഹിന്ദു മേളകൾ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യവേദിയുടെ സംഘടിതമായ പരിശ്രമം കൊണ്ട് പ്രാദേശികമായ എല്ലാ ഹിന്ദു സംഘടനകളെയും സംയോജിപ്പിച്ച് പ്രാദേശികമായ ജാതി പ്രസ്ഥാനങ്ങൾ എന്ന് ഞാനിവിടെ കരുതിക്കൂട്ടി ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കണ്ണിൽ അവരെല്ലാം ഹിന്ദുത്വത്തിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായ ശാഖകളാണ്. ആ സംഘടനയെല്ലാം ഹിന്ദുക്കൾ എന്നുള്ള നിലയിൽ സമീപിച്ച് അവരുടെ സഹകരണത്തോടുകൂടി നമുക്ക് നല്ല 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 ഹിന്ദു സമ്മേളനങ്ങൾ, അത് ഒരു വർഷത്തേക്കല്ല, വരും വർഷത്തെ ഒരു പ്രക്രിയയാക്കി ഹിന്ദുക്കൾക്ക് ആവശ്യമായ ബോധവൽക്കരണത്തിനുള്ള സന്ദർഭമാക്കി അതിനെ മാറ്റണം. RV ബാബുവിനെ സമ്മേളനം വീണ്ടും സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. മുഖ്യ രക്ഷാധികാരിയായി KP ശശികല ടീച്ചർ, രക്ഷാധികാരികളായി കുഞ്ഞോൽ മാഷ്, KN രവീന്ദ്രനാഥ്, അഡ്വക്കേറ്റ് P. പത്മനാഭൻ, കാര്യാധ്യക്ഷനായി വത്സൻ തില്ലങ്കേരിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. കൂടാതെ മഹിളാ ഐക്യവേദി രക്ഷാധികാരിയായി ദേവികി അന്തർജനത്തെയും അധ്യക്ഷനായി ബിന്ദു മോഹൻ, കാര്യാധ്യക്ഷനായി രമണി ശങ്കറിനെയും തിരഞ്ഞെടുത്തു. ജനം, പാലക്കാട്.